ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ലോഗ് ഓഫ് നടനശ്രീ നൃത്ത വിദ്യാലയം. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് നെന്മാറ വരെ ഒന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിയിലൊക്കെ നിറച്ച് പാടങ്ങളും സാധനങ്ങളും ഒക്കെയാണ്. പോയത് മഴ സമയത്താണ്. അപ്പോൾ ചേച്ചിമാർ സൈഡിൽ പണി ചെയ്യുന്നുണ്ട്. പോയത് മഴ സമയത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെന്മാറ പെറ്റ്സ് പാർക്കിലേക്കാണ് പോകുന്നത്. അമ്മ കേട്ടിട്ടുള്ളൊരു അറിവന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ആ മരത്തിൽ നിറച്ച് പാമ്പിൻ്റെ തളയോ വളയോ എന്തോ പറയില്ല നമ്മളതിന്, പാമ്പിൻ്റെ ഡ്രസ്സാണ്. ആദ്യം തന്നെ പോയി കണ്ടത് അനാക്കോണ്ടനെയാണ് ഗായ്സ്. പക്ഷേ ഇവരൊക്കെ ഉറങ്ങുമായിരുന്നു ആ സമയത്ത്. കുറേ കുത്തിനീപ്പിക്കാൻ നോക്കി, പക്ഷേ ഇവരാണ് നീച്ചില്ല. പക്ഷേ ഈ ഒരു പാമ്പില്ലേ നല്ല ആക്റ്റീവാട്ടോ, ഇഴഞ്ഞ് കളിക്കണമായിരുന്നു. ഈ പാമ്പ് ഉറങ്ങുക തന്നെയായിരുന്നു കേട്ടോ. അതിന് പക്ഷേ ഞങ്ങൾ കുത്തി രണ്ട് കളറുള്ള പാമ്പാണ്. കുത്തി നീപ്പിച്ചിട്ട് അതിൻ്റെ തല നെറ്റിൻ്റെ അവിടേക്ക് കൊടുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ അനാക്കോണ്ടയുടെ വലുതാണ് കേട്ടോ. അനാക്കോണ്ടയുടെ വലുതാണ്. പിന്നെ ഞങ്ങൾ പോയത് മീൻ കുഞ്ഞുങ്ങളുടെ അടുത്തേക്കാട്ടോ. പക്ഷെ അവർക്ക് തീറ്റ കൊടുക്കാൻ നോക്കിയപ്പോൾ അവരൊക്കെ തിന്ന് മടുത്തിരിക്കുവാണ്. നമ്മൾ പോണതിന് മുന്നേ കുറേ ഫാമിലീസ് അവിടെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവരാരും തീറ്റ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ തത്തയുടെ പേരെന്ന് പറയുന്നത് മെർലി എന്നാണ് കേട്ടോ. ഞാൻ ബാക്കിൽ ഇഗ്വാനേനൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ചേച്ചി ആദ്യം തന്നെ പോയിട്ട് മെർലിനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാമ്പിനൊക്കെ എടുത്തു. പിന്നെ ഞാനും പാമ്പിനെ എടുത്തു. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു വഴുവഴു പോലെ തോന്നും. പക്ഷേ ആൾ ഭയങ്കര പാവാണ്. പല്ലുണ്ട്, പക്ഷേ കടിച്ചാലും വിഷമില്ല. പിന്നെ ആമി ചേച്ചി ഇഗ്വാനേനെ എടുത്തു. ആച്ചിയും പാമ്പ് നല്ല കമ്പനിയാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കണ്ടോ കഴുത്തിൻ്റെ അവിടെ പോയിട്ടൊക്കെ നിൽക്കണത്. അതുപോലെ ഈ മഞ്ഞപ്പാമ്പിൻ്റെ അടുത്ത് കയ്യിൽ വെച്ചു. കഴുത്തിലിട്ട് എന്താ വെച്ചാൽ ആൾക്ക് ഭയങ്കര നാണമായിരുന്നു തോന്നുന്നു. പിന്നെ അവിടുത്തെ എല്ലാ മൃഗങ്ങൾക്കും ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് ഗൈസ്. വിളിച്ചാൽ പോലും തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ ഞാനും പാമ്പും ഒരുപോലെ ഇങ്ങനെ നാവ് പുറത്തേക്കിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് മെർലിനെ എടുത്ത് കയ്യുമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ നിങ്ങൾ കാണുന്നത് സ്കോർപ്പിയോണാണ്. പക്ഷേ വിഷമില്ല, ബട്ട് ആൾ കടിക്കും. പക്ഷേ വേദനയ്ക്കും ആളുടെ മൂഡ് അനുസരിച്ചിരിക്കും കേട്ടോ കടിക്കുക. ഇത് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ആമയാണ്. ഞങ്ങൾ പോകുമ്പോൾ അത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെന്തോ ഉടുമ്പാണ് തോന്നുന്നു. അത് മീറ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. എല്ലാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മീറ്റാണ് കഴിക്കുന്നത്. ഇത് ഇഗ്വാനയാണ് കേട്ടോ. ഇത് മുരിങ്ങടയിലയും മത്തങ്ങയുടെ തോലൊക്കെയാണ് തിന്നുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് അത് പെറ്റ്സ് പാർക്കിലുള്ള ഒന്നിൻ്റെയും പേരറിയില്ല. കുറച്ച് ഇനങ്ങളുടെയൊക്കെ പേര് അറിയാം. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരും എനിക്കറിയില്ല. നിങ്ങൾ കാണുന്നത് മാതൃത്വമാണ് ഗൈസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മപ്പൂച്ചയും ബാക്കി കുട്ടിപ്പൂച്ചകളും തമ്മിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് കേട്ടോ ഒരു ടബിൻ്റെ ഉള്ളിൽ. ഇത് പിന്നെ എലിയുടെ പോലുള്ള ഒരു പന്നി പോലത്തെ സാധനമല്ലേ, അതാണ്. ഇത് പിന്നെ നമ്മൾ എല്ലായിടത്തും കാണുന്ന ഓസ്ട്രിച്ച്. ഇതെന്തോ അവിടെ കമ്പിയും എന്തോ കൊത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എമു, ഇവരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്ന ചളിവെള്ളത്തിലാണ്. ഒരു താഴെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ചളിയാണ് താഴെ മൊത്തം. ഈ പശുക്കുട്ടിയും ഇതിൻ്റെ കാലിൻ്റെ ഇടം മാത്രം വല്ല തൊപ്പിട്ട പോലെ തൊപ്പട്ട പോലെ ഇങ്ങനെ ഒരു ഇത് നിൽക്കുന്നത് കാണാം. ഇത് പിന്നെ എന്താ നല്ല കൂടുള്ള കോഴി ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇത് കണ്ട വെറൈറ്റി ആടാണ് കേട്ടോ. ഇത് ഈ ആട് ഇവിടെ കാണാൻ കിട്ടും തോന്നുന്നില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ അത് ആ സൈഡിൽ കൂടെ ഒരു സ്ലാബ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ കിടക്കാൻ, അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലം പോലെ. അതിപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഒഴുകണ കുറച്ച് വെള്ളമാണ്. പിന്നെ അമ്മയും ഒട്ടകവും തമ്മിൽ എന്തോ പറയുന്നുണ്ട്. അവർ തമ്മിൽ അമ്മ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അവിടെ കൈകൊണ്ട്. ഇത് പിന്നെ കുതിരയുണ്ട്. കുതിര ഇങ്ങനെ സ്റ്റക്കായ പോലെ നിൽക്കുവാണ് കുതിര. പിന്നെ ഞാനും എൻ്റെ ചേച്ചിയും കൂടെ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് നടന്നു വരുവാണ് കേട്ടോ ആ സൈഡിൽ കൂടെ ഇങ്ങനെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കിളികളുടെ സൈഡാണ്. അപ്പോൾ കിളികളുടെ സൈഡിൽ പോണ ഇതേ വഴിയിൽ തന്നെയാണ് ഒരു ആമയുടെ കുളമുണ്ട്. ഒരാമ ഉള്ളിൽ എന്തോ തീറ്റെടുക്കുക, ഒരാമ പുറത്ത് എന്തോ കിടന്നുറങ്ങുക. ഞങ്ങളെ കണ്ടപ്പോൾ തല ഉള്ളിക്കിട്ടാന്ന് തോന്നുന്നു. എനിക്ക് ഈ കിളികളുടെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അവിടെ ചിലതിൻ്റെയൊക്കെ ബോർഡ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലതിൻ്റെയൊക്കെ പേരറിയത്തുള്ളൂ. ഈ കിളികളുടെ പേര് എനിക്കറിയാം. ഈ കിളികൾ കളറ് കണ്ടിട്ട് ഞാൻ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ വയലറ്റും വെള്ളയും നല്ല രസമുണ്ട്. അതുപോലെ നീലയും വെള്ളയും നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന കറുപ്പും വെള്ളയും നല്ല രസമുണ്ട്. നല്ല ഭംഗിയുള്ള കളേഴ്സാട്ടതൊക്കെ. ഇത് പിന്നെ ഞാനും ചേച്ചി എന്നാണ് അമ്മ പറഞ്ഞത്. ഉറങ്ങുമ്പോൾ മാത്രം സ്നേഹം കാണിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇയാൾ സംസാരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. നേരത്തെ കാണില്ല, അതിൻ്റെ പോലെ തന്നെ സംസാരിക്കുന്ന ഒരു ആളാണ്. ഇത് പ്രാവുകളാണ്. പിന്നെ അവിടെ ഇതുപോലെ ഈ കിളികളുടെ പോലെ ഉള്ള ഒരു കോഴിയുണ്ട്, നല്ല വാലുള്ള കോഴി. ഇതിൻ്റെയൊക്കെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ പേര് വൈറ്റ് സ്പാൻ. ഇത് നിങ്ങൾക്കറിയാമല്ലോ, അരയനാണ് കേട്ടോ. അരയനാണ്. പിന്നെ ഇതും നേരത്തെ കണ്ട പോലത്തെ നല്ല നീളമുള്ള വാലുള്ള കോഴിയാണ്. ഇത് പിന്നെ ബ്ലാക്ക് സ്വാനാണ്.
ഇതെൻ്റെ ചെരുപ്പ് കടിക്കട്ടെ, ഞാൻ ചെരുപ്പ് വെച്ച് കൊടുത്തപ്പോൾ ചെരുപ്പ് കടിക്കുവാണ്. ഇത് അറ്റത്ത് ഫ്രണ്ടിൽ വന്ന് നിൽക്കണ്ടായിരുന്നു. ഇതും അതിൻ്റെ തന്നെ കളർ ഡിഫറൻസ് ഉള്ളതാണോ, എനിക്കിതിൻ്റെ വെറൈറ്റീസ് ആണോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ അതങ്ങനെ ഒരു കോഴി പോലത്തെ ടൈപ്പാണ്. ഇത് പിന്നെ ആടാണ്, ഇതിൻ്റെ കൊമ്പ് നല്ല വലുതാണ്. ഇതിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളെ കാണാം. ഒന്ന് സൂം ചെയ്ത് നോക്കേണ്ടി വരും. ഒരാളെ കാണാം, കണ്ടതിനൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് പിന്നെ ഇവിടെ കാണുന്ന പോലത്തെ വെള്ളത്താറാവുകളാണ്. പക്ഷേ എനിക്ക് കൈയിട്ട് കൊടുക്കാൻ നല്ല പേരുന്ന്, കടിച്ച് എന്തെങ്കിലും പറ്റിയാലോ. പിന്നെ ഇത് ബ്ലാക്ക് സ്വാൻ ഉറങ്ങുന്ന കേട്ടോ, കഴുത്തൊക്കെ തിരിച്ചു വെച്ചിട്ട്. ഇത് പിന്നെ ലവ് ബേർഡ്സിനും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. പിന്നെ നമുക്കിപ്പോൾ 1-2 കടകളിലും കൂടെ പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ പുട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ കുറച്ച് ചോക്ലേറ്റ് കൂടുതൽ ഒഴിക്കണേന്ന്. എന്താ വെച്ചാൽ ഞങ്ങൾ 2 പേര് ചോക്ലേറ്റ് പ്രാന്തികളാണ്. അപ്പോൾ അതിലെ ടൂട്ടി ഫ്രൂട്ടിയും നട്ട്സും കോൺഫ്ലേക്സൊക്കെ. അങ്ങനെ ഞങ്ങളിത് വീട്ടിലെത്തിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മഴയത്ത് കളിക്കുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ആ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടുതൽ വരും. ടാറ്റാ.